അവർ നിന്ന് തരേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രാഹുലിലേക്ക് ഞാൻ വരാം. രാഹുലിലേക്ക് ഞാൻ വരാം. ഞാൻ അവരോട് കുറച്ച് കാര്യങ്ങൾ വ്യക്തത വരുത്തിക്കോട്ടെ. വിചാരണ ഇപ്പോഴേ വേണ്ട. രാഹുൽ ഉണ്ടായിരുന്ന അവിടെ എനിക്ക് ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ദുരന്ത അനുഭവം. രാഹുൽ ആരാ? പുതിയ കുറച്ച് നാടകങ്ങൾ നമുക്ക് കാണാം. സർക്കാരിൽ നിന്ന് പിന്തുണ ലഭിച്ചില്ല, മുകേഷിനെതിരായ പീഡന പരാതി പിൻവലിക്കുമെന്ന് നടി. മുകേഷിനെതിരെ മാത്രമല്ല, ഈ പറയുന്ന ജയസൂര്യക്കെതിരെ, ബാലേന്ദ്ര മേനോനെതിരെ, മണിയമ്പിള്ള രാജുവിനെതിരെ, ഇവർക്കൊക്കെ എതിരെ കൊടുത്ത പരാതി പിൻവലിക്കുമെന്ന് ആ പറയുന്ന നടി വന്ന് പറഞ്ഞിരിക്കുകയാണ്. കാര്യം സർക്കാരിൽ നിന്ന് ഈ പറയുന്ന പോലെ തന്നെ പുള്ളിക്കാരത്തിക്ക് സപ്പോർട്ടൊന്നും കിട്ടിയില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, കുറച്ച് നാൾക്ക് മുന്നേ ഇങ്ങനൊന്നും അല്ലായിരുന്നു പുള്ളിക്കാരത്തി ഡയലോഗ് അടിച്ചത്. എന്തായാലും എന്താണ് ഈ പുള്ളിക്കാരത്തിക്ക് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഞാൻ ഈ കേസെല്ലാം പിൻവലിക്കും. ഏത് ഈ നടന്മാരുടെ എല്ലാ കേസ് പറയും. എന്നിട്ട് ഒറ്റയ്ക്ക് പോക്സോ കേസിനെതിരെ പോകും. അത് ഐ വിൽ ഗോ ടു എനി എക്സ്റ്റെന്റ്. അതിനിത് പിൻവലിക്കണമെന്നുണ്ടോ? ഏത് ഈ നടന്മാർക്കെതിരായിട്ടുള്ള കേസ് അത് പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായി നടക്കുന്നില്ലേ? മുകേഷിനെ അടക്കം ചോദ്യം ഗവൺമെന്റും പോലീസുകാരും മീഡിയക്കാരും ആരും എന്നെ സപ്പോർട്ടും ഹെൽപ്പും ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും കൂട്ടുകെട്ടി. കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൽ അയച്ചോ? പോക്സോ കേസിന്റെ അയച്ചിട്ടില്ല. 3 ദിവസത്തിനുള്ളിൽ അയക്കും. 3 ദിവസത്തിനുള്ളിൽ എനിക്ക് എന്താ വരുന്നത്. അതിനുശേഷം 3 ദിവസം ഞാൻ വെയിറ്റ് ചെയ്യും. എന്നെ ആരെങ്കിലും കോൺടാക്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കും. ഇല്ലെങ്കിൽ ഞാനൊരു ഇമെയിൽ അയക്കും. ഈ പറയുന്ന വ്യക്തിയുടെ കസിനാണ് ഇവരുടെ പേരിൽ കൊണ്ടുവന്ന് കേസ് കൊടുത്തത്, പോക്സോ കേസ് കൊടുത്തത്. എന്നിട്ട് ആ കേസിന്റെ പേരും പറഞ്ഞിട്ടാണ് ഇവർ ഈ ഒരു കേസ് വിഡ്രോ ചെയ്യാനായിട്ട് വെക്കുന്നത്. ഇതും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇവർക്ക് പറയാൻ വ്യക്തമായിട്ടൊരു ആൻസർ ഇല്ല. അതിന് പറയുന്നത് സർക്കാരിനെയും ഈ പറയുന്ന പോലീസുകാരെയാണ് ഇവർ കുറ്റം പറയണത്. എന്താണ് ഇവർ നമുക്ക് പറയേണ്ടതെന്ന് അറിയത്തില്ല. എന്തായാലും ഇവരുടെ പേര് നമ്മൾ എടുത്ത് പറയുന്നില്ല. പേര് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പറയുന്നവരുടെ പേരിലെല്ലാം ഓടി നടന്ന കേസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇവർ കൊണ്ടുവന്നിടുന്ന സാധനങ്ങളാണ് നമ്മൾ എല്ലാവരും എടുത്തു വെച്ച് സംസാരിച്ചിട്ടുള്ളത്. ഓരോ യൂട്യൂബേഴ്സും ഇവരുടെ കാര്യങ്ങൾ എടുത്തു വെച്ച് സംസാരിച്ചത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കിടക്കുന്ന സാധനം അതിന്റെ പേരിലാണ്. അല്ലാതെ ഇവരുടെ പേഴ്സണൽ കാര്യങ്ങളോ ഇവരുടെ വീട്ടിനകത്ത് നടക്കുന്ന കാര്യങ്ങളോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ആരും എടുത്തു വെച്ച് പുറത്തു വിട്ടിട്ടില്ല. അത് എപ്പോഴും നിങ്ങൾ ആലോചിക്കും. ഇനി ഇവരുടെ ഒരു ചാനൽ ചർച്ചയുണ്ട്, അതിനകത്ത് രാഹുൽ ഈശ്വറും ഉണ്ട്. എന്തായാലും ആ ഒരു ചർച്ച നമുക്കൊന്ന് കണ്ടുനോക്കാം. എനിക്ക് പോലീസിന്റെ സൈഡിൽ നിന്ന് ഫുൾ സപ്പോർട്ട് മാത്രമേ ഈ നിമിഷം വരെ ഉണ്ടായിട്ടുള്ളൂ. എനിക്കെതിരെ വധഭീഷണി ഉണ്ടായി. ആ നിമിഷം തന്നെ പോലീസുകാർ FIR ഇട്ടു. എനിക്കെതിരെ അസഭ്യം പറഞ്ഞവർക്കെതിരെ ഇട്ടു. സാജൻസ് കറിയാക്കി ഇട്ടു. സാഹസിക നടി അത് പറഞ്ഞ അവർക്കെതിരെ FIR ഇട്ടു. ബീന ആന്റണിയുടെ ഭർത്താവ്, എല്ലാത്തിനും എന്നെ ആരൊക്കെ അസഭ്യം പറഞ്ഞു അവർക്കെതിരെ എല്ലാം പോലീസ് എന്റെ കൂടെ തന്നെ നിൽക്കുകയാണ്. സർക്കാർ കൂടെ നിന്നില്ല എന്ന് താങ്കൾ പറയുക. ഈ കേസ്, ഈ പോക്സോ കേസ് മാത്രം എന്തുകൊണ്ട് അവരത് മൂടി വെച്ചു? നാളെയും ഇതുപോലെ ഈ ജാനറ്റ് മരിയനെ പോലെ ഒരുപാട് കുട്ടികൾ ഇനിയും വന്ന് പല പാവപ്പെട്ട ആൺകുട്ടികളെ ജയിലിലിടുന്ന ഒരവസ്ഥയാണ്. ഇതുപോലെ കള്ളം പറയരുത്. പോക്സോ കേസാണ്. ഇരയുടെ പേര് പറയരുത്, പരാതിക്കാരിയുടെ പേര് പറയരുത് എന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു. ശരി. എന്തായാലും എന്റെ ഈ കസിന് ഇനി മേലില് ഒരാളെ കുറിച്ച് ഇനി കള്ളം പറയാൻ പാടില്ല. ഇവർക്ക് ആരുടെയും പേര് പറയാം, നമ്മൾ പേര് പറയുമ്പോഴാണ് പ്രശ്നം. കാര്യം ഈ പറയുന്ന പരാതിക്കാരിയുടെ പേര് പറഞ്ഞുകൂടാ എന്നുള്ളത് സത്യം പറഞ്ഞാൽ അതൊരു നിയമത്തിലുള്ള ഒരു കാര്യമാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേരിൽ കേസ് എടുക്കാനുള്ള വകുപ്പുണ്ട്. പക്ഷെ ഇവർക്ക് പറയാം, ഇവർക്ക് ആരുടെയും പേരിൽ പറയാം, ഇവർക്ക് ആരുടെ പേരിലും അലിഗേഷൻസ് വിളിച്ച് പറയാം. അതിനൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല. ഇവരുടെ വീഡിയോസ് നമ്മൾ റിയാക്ട് ചെയ്തേക്കുന്നത് വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണ്. ഒരു മോശപ്പെട്ട ഒരു വാക്ക് പോലും ഞാൻ എന്റെ വീഡിയോക്കകത്ത് ഇവരെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവർക്ക് സത്യം പറഞ്ഞ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇവർ ഈ കാണിച്ചു കൂട്ടുന്ന കോപ്രായമായിട്ടാണ് എനിക്ക് ബേസിക്കലി തോന്നുന്നത്. ഇനി ഇത് തീർന്നിട്ടില്ല. ഇനി ഇതിന്റെ എൻഡിൽ അടുത്തൊരു കോമഡി ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. എന്തായാലും ബാക്കിയുടെ കാണാം. അതിനുവേണ്ടി തീർച്ചയായിട്ടും ആ കുട്ടിക്കെതിരെ നടപടി എടുക്കോ ഇല്ലയോ, ഇതാണ് എനിക്ക് അറിയേണ്ടത്. മാഡം കൂടെ കേൾക്കാൻ വേണ്ടിയാണ്. മാഡം ഒരു കാര്യം കേൾക്കണം. മാഡത്തിന് പൊള്ളുന്നുണ്ടല്ലേ? അപ്പൊ മുകേഷിനെ കുറിച്ച് കള്ളം പറഞ്ഞപ്പോ, മണിയമ്പിള്ള രാജുവിനെ കുറിച്ച് കള്ളം പറഞ്ഞപ്പോ, ബാക്കിയുള്ളവർ രാഹുലിലേക്ക് ഞാൻ വരാം. രാഹുലിന്റെ വിചാരണയ്ക്ക് അവർ നിന്ന് തരേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രാഹുലിലേക്ക് ഞാൻ വരാം. രാഹുലിലേക്ക് ഞാൻ വരാം. ഞാൻ അവരോട് കുറച്ച് കാര്യങ്ങൾ വ്യക്തത വരുത്തിക്കോട്ടെ. വിചാരണ ഇപ്പോഴേ വേണ്ട. രാഹുൽ ഉണ്ടായിരുന്ന അവിടെ എനിക്ക് ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ദുരന്ത അനുഭവം. രാഹുൽ ആരാ? രാഹുൽ ദയവായി തുടരുക. ഞാൻ താങ്കളുടെ അവസരത്തിൽ താങ്കളിലേക്ക് വരാം. ഓക്കെ, ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ. താങ്കൾ 3 ദിവസം കൊടുത്തു, ഈ കേസുകൾ പിൻവലിച്ചു എന്ന് വന്നാൽ പോലും താങ്കൾക്കെതിരായി ഈ കേസ് നിലനിൽക്കില്ലേ? അതിന്റെ നടപടികൾ നടക്കില്ലേ? ഈ യൂട്യൂബുകാർക്ക് താങ്കളെ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞൂടെ?
അപ്പൊ യൂട്യൂബർമാർ ഇവരെ വെറുതെ വിടത്തില്ല എന്നുള്ള ഒരു കാര്യം ഇവർക്ക് എല്ലാവർക്കും അറിയാം. ഇവരെ ഒരുപാട് ആൾക്കാർ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്. റിയാക്ട് ചെയ്തത് എന്താണ് മെയിൻ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്ന കുറച്ച് പൊട്ടത്തരങ്ങളുണ്ടല്ലോ, പല നടന്മാരെ പറ്റിയിട്ടും വന്നിരുന്ന വളരെ മോശമായിട്ടുള്ള രീതിയിൽ വന്നിരുന്ന് ഇവർ സംസാരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളെല്ലാവരും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തേക്കുന്നത്. അത് ഇനിയും നമ്മൾ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യും. എന്നും പറഞ്ഞ് പേടിച്ചിട്ട് മാറി നിൽക്കാൻ അങ്ങനൊരു സംഭവമല്ല, എല്ലാവരും റിയാക്ട് ചെയ്യും. ഇവർ എന്ത് മെസ്സേജാണ് ഈ പറയുന്ന പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് കൊടുക്കുന്നത്? ഇവർ പലരെ പറ്റിയിട്ട് ഇത്ര അലിഗേഷൻസ് പറഞ്ഞു. ഏതെങ്കിലും ഒരെണ്ണം പ്രൂവ് ചെയ്യാനായിട്ട് പറ്റിയോ? ഒന്നും പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല. നിങ്ങൾ ആലോചിക്കണം, ഇവർക്ക് തന്നെ സ്വന്തമായിട്ട് മനസ്സിലായി ഇത് കോടതി പോയി കഴിഞ്ഞാൽ നിലനിൽക്കത്തില്ല എന്ന്. അതിന്റെ പേരിലാണ് ഇപ്പൊ ഇവർ കേസ് വിഡ്രോ ചെയ്യാന്ന് തീരുമാനിച്ചത്. എന്നിട്ട് അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് വേറൊരു ന്യൂസും കൂടി വന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ വയ്ക്കാം, എന്തായാലും ഇത് ബാക്കി കണ്ടു നോക്കാം. അവരിനി പറയത്തില്ല, പറയാത്തൊന്നുമില്ലല്ലോ. അങ്ങനെ അവരെന്തെങ്കിലും ഉറപ്പ് നൽകിയിട്ടുണ്ടോ? അവർക്കെതിരെ FIR അങ്ങനെ എന്തെങ്കിലും ഉറപ്പ് താങ്കൾക്ക് കിട്ടിയിട്ടുണ്ടോ എവിടുന്നെങ്കിലും? എന്തുവാ? ഈ കേസ് പിൻവലിച്ചാൽ യൂട്യൂബുകാരൊക്കെ മിണ്ടാതിരിക്കുമെന്ന് എന്തെങ്കിലും ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല. അപ്പോ അവർക്ക് പറയാനുള്ളത് പിന്നീടും പറയാം. ഈ പോക്സോ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഇതേപോലെ മുന്നോട്ട് പോകും. അപ്പോൾ ഈ കേസ് പിൻവലിച്ചിട്ട് എന്ത് കാര്യം? ഒരു സ്ത്രീക്കെതിരെ പറയുന്നുണ്ടെങ്കിൽ അതിലുണ്ട്. ആ അതിര് ലംഘിച്ചാൽ അവർക്കെതിരെ കേസെടുക്കും. തീർച്ചയായിട്ടും ഞാൻ കംപ്ലൈന്റുമായിട്ട് പോവുകയും ചെയ്യും. അത്രേ ഉള്ളൂ. അത് തന്നെ, അതിപ്പോഴും ആകാമല്ലോ. ഇപ്പോഴും താങ്കൾ ഈ നിയമ നടപടി സധൈര്യം നേരിട്ടുകൊണ്ടിരിക്കുന്നു. യൂട്യൂബിലോ മറ്റേതെങ്കിലും സമൂഹ മാധ്യമങ്ങളും വഴി താങ്കളെ അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് നിയമ നടപടി തേടാം. അത് ഇതിനോടകം താങ്കൾ ചെയ്തിട്ടുണ്ട്, അതിൽ നടപടി ഉണ്ടായിട്ടുണ്ട് എന്ന് താങ്കൾ പറയുന്നു. ഇതേ ഇനിയും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തിനാണ് ഈ നല്ല ഇന്റൻഷനോട് കൂടി കൊടുത്ത കേസ് താങ്കൾ പിൻവലിക്കുന്നു എന്ന് പറയുന്നത് എന്തിനാണ്? പിൻവലിക്കുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും റൈറ്റ് ആണ്. അത് കൊണ്ടുപോകണോ വേണ്ടയോ, അങ്ങനെ ഒരു റൈറ്റ്. ഓക്കെ, അങ്ങനെ ഒരു റൈറ്റ് പിൻവലിക്കണോ വേണ്ടയോ എന്ന് അതെല്ലാം നമ്മുടെ റൈറ്റ് ആണ്. ഓക്കെ, പുള്ളിക്കാരത്തി തന്നെ അത് സമ്മതിച്ചില്ല. ഇന്ന് വന്ന വാർത്ത ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. മുകേഷ് ഉൾപ്പെടെയുള്ള നടന്മാർക്കെതിരെ നൽകിയ പരാതി പിൻവലിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറി നടി. SITയുടെ അന്വേഷണവുമായി സഹകരിക്കുമെന്നാണ് നടിയുടെ പുതിയ പ്രതികരണം. സിജോ വി ജോൺ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. സിജോ, എന്താണ് ഇപ്പോഴവർ പറയുന്നത്? ഈ നടിയുടെ പരാതിയിൽ മുകേഷ്, ജയസൂര്യ ഉൾപ്പെടെ 7 പേർക്കെതിരെയായിരുന്നു കേസെടുത്തിരുന്നത്. ഇതിന് പിന്നാലെയായിരുന്നു ഈ നടിക്കെതിരെ ഒരു പോക്സോ കേസ് വരുന്നത്. ഈ നടിയുടെ ബന്ധുവിനെ ചെന്നൈയിലെത്തിച്ച് കേട്ടല്ലോ, കൊടുത്ത കേസുകളൊന്നും ഇവർ പിൻവലിക്കുന്നില്ല. പിന്നെ എന്തിനാണാവോ ഇവർ ഇത്രയും പ്രഹസനം വന്ന് കാണിച്ചത്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന ന്യൂസ് ചാനലുകാരെ ഉൾപ്പെടെ ഇവർ പൊട്ടന്മാരാക്കുവാണ്. ഈ ന്യൂസ് ചാനലിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് വിവരമില്ലേ? ഇവരെ വെച്ചിട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും ഇതിനെ പറ്റിയിട്ട് സംസാരിക്കാനായിട്ട് ഇവർക്ക് യാതൊരു ബോധവുമില്ലേ? ഇവർക്ക് ഇത് കാര്യമായിട്ട് ചോദിച്ചുകൂടെ? നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിനെ നിങ്ങൾ കളിയാക്കുമല്ലേ? നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ്? നിങ്ങൾ ഒരിക്കൽ വന്ന് പറയും കേസ് പിൻവലിക്കുന്നെന്ന്, ഒരിക്കൽ വന്ന് പറയും ഞാൻ വീണ്ടും കേസുമായിട്ട് മുന്നോട്ട് പോവാണ്. ഇത് ലിറ്ററലി കണ്ടന്റ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് പുള്ളിക്കാരത്തി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് പബ്ലിസിറ്റിയും റീച്ചും കിട്ടും, വേറെ ഒന്നുമല്ല. ഈ പറയുന്ന വ്യക്തി തന്നെ വന്നിരുന്നിട്ട് ഗവൺമെന്റിനെ പറ്റിയിട്ട് ഇങ്ങനെ ഗവൺമെന്റ് സഹായിച്ചില്ല, എടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് ഈ പുള്ളിക്കാരത്തി പറഞ്ഞു SIT എനിക്ക് എല്ലാ രീതിയിലും സഹായിച്ചു. പിന്നെ പറയുന്നു SIT കാരണം ബുദ്ധിമുട്ടുണ്ടായി, SIT വീട്ടിൽ കയറി വന്നതിന്റെ പേരിൽ എന്റെ മകൻ റൂം അടച്ചിട്ട് ഇരിക്കുവാണ്, പുറത്തു പോലും ഇറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവരിങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് ഇവർ ഏത് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്? നിങ്ങൾ തന്നെ പറ. പിന്നെ സ്വാസികയുടെ പേരിൽ കൊണ്ടുവന്ന FIR ഇട്ടെന്ന് പറയുന്നു, ബീന ആന്റണിയുടെ പേരിൽ FIR ഇട്ടെന്ന് പറയുന്നു. ബീന ആന്റണിയും ഇവരുടെ പേരിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്ത വീഡിയോയുടെ കാര്യം ചോദിക്കാൻ വേണ്ടി എന്നെയും പോലീസുകാർ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു സൈബർ സെല്ലിൽ നിന്ന്. ഞാൻ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ എവിടെ നിന്നാണ് ഈ ഒരു ലിങ്കും കാര്യങ്ങളും കിട്ടിയതും ഇവരുടെ പ്രൊഫൈലും ഡീറ്റെയിൽസും എല്ലാം ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവർക്ക് ആരുടെ പേരിലും കൊണ്ടുവന്ന് കേസ് കൊടുക്കാം, ബാക്കിയുള്ളവർ ഇവർക്കെതിരെ ശബ്ദിക്കുമ്പോഴാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് നിർത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ നോക്ക്. എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.